ഹായ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയിരിക്കുന്നു, പെട്ടെന്നെത്തി. പിന്നെ എനിക്ക് 2 ദിവസം 2 അല്ല 3-4 ദിവസമായി പനി പിടിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയുണ്ട്. ഇപ്പോഴും എനിക്ക് സുഖമായിട്ടില്ല. ഇന്നും കൂടി ഞാൻ വന്നില്ലെങ്കിൽ ശരിയാവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും കാണിക്കാൻ ഇന്ന് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പല കളറിൽ കാണിക്കുന്നില്ല, ഒറ്റ കളറിൽ തന്നെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ജിമിക്കിയാണ് കാണിക്കുന്നത്. ഈ ഒരു മോൾഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പല മോൾഡുണ്ട് നമുക്ക്, പക്ഷേ അതൊന്നും എൻ്റെ കയ്യിൽ വന്നിട്ടില്ല. നിറയെ സ്റ്റോൺ ഉള്ളതാണ്. ഇതിൻ്റെ ആൻറ്റിക്കൊക്കെ ഉണ്ട്, സിൽവറുണ്ട്. ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യം ചോദിക്കുന്നത് കേട്ടു കമൻസിൽ, എന്താ ചേച്ചി വയ്യേന്ന്. വയ്യ, നല്ല സുഖമില്ല, എന്ത് ചെയ്യാൻ, ഒരു ഫ്രെയിമിൽ വന്നിങ്ങനെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. ഇത് ഞാൻ ഗുളികയുടെ ഒക്കെ പുറത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ജിമിക്ക് ചെയ്യാം. ആ ജിമിക്ക് ഞാൻ ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്ന ജിമിക്ക്. ഇതൊരു മോഡൽ കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് കാണിക്കുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ വേണ്ട, അല്ലെങ്കിൽ ഒറ്റ ലെയറിൽ വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ മൊത്തം ഇതുപോലെ കൊടുത്ത് വേണമെങ്കിലും പോകാം. അതായത് നമ്മുടെ ലെയർ ചെയിനാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നിങ്ങൾക്ക് ഇത്രയും ലെന്ത് വേണ്ട. ഞാൻ 2 ബോൾസും 3 ബോൾസും കട്ട് ചെയ്താണ് ഇതിട്ടേക്കുന്നത്, ആ ലെയർ ചെയിന്. അതിൻ്റെ അടിയിൽ തന്നെ 4mm ക്രിസ്റ്റൽ ഫ്യൂസ് സ്റ്റാറിൽ വെച്ച് കെട്ടിയിട്ടേക്കാണ്. അപ്പോൾ അത് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇത് വെച്ച് നേരിട്ടും ചെയ്യാം. പക്ഷേ അത് നേരിട്ട് ചെയ്താൽ കൊള്ളത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തത്. അപ്പോൾ ഇത്രയും ലെന്ത് വേണ്ടാന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ബീഡ് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഗുങ്കുരു കെട്ടിയിട്ടാൽ മതി കേട്ടോ. മനസ്സിലായല്ലോ? ഇങ്ങനത്തെ ഒറ്റ പീസ് എടുത്താൽ മതി. അതായത് ഈ ഒരെണ്ണം മാത്രം എടുത്താൽ മതി. അപ്പോൾ ഈ ബാലൻസ് ഇങ്ങനെ ഈ കട്ട് ചെയ്യുമ്പോൾ ഒരെണ്ണം നമുക്ക് നഷ്ടമാകും. അത് പോട്ടോ നിങ്ങൾ വെക്കണം. ഇതിൻ്റെ അടി നമ്മൾ ഗുങ്കുരു കെട്ടിയിട്ട് പോയാലും രസമാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സ്റ്റഡ്സ് അതല്ല, ഇതിൻ്റെ വലിയ സ്റ്റഡ് വേണമെങ്കിലും ഇതിൽ ചെയ്ത് ഇങ്ങനെ തന്നെ കണക്ട് ചെയ്യുന്നതാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. ഒരു റിങ് കൊടുത്തിട്ടേക്കാണ്, നമ്മുടെ ചെയിൻ്റെയൊക്കെയാണ്. അത് കട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ അതിലുമായിട്ട് കണക്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ ചേർന്നിരുന്ന് കളയും. അതുകൊണ്ടാണ് ഞാൻ ഒരു 2 റിങ് അഡീഷണലായിട്ട് കൊടുത്ത് ഇതുമായിട്ട് ഇങ്ങനെ കയറ്റി വിടും. അപ്പോൾ ഇങ്ങനെ ഇടുക. അല്ലെങ്കിൽ ഇയർ ടാഗ് മാത്രം അത് ഇഷ്ടപ്പെടുന്നവർ ഇയർ ടാഗ് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ സ്റ്റഡ് വേണ്ടാത്തവർ, മിക്ക ആൾക്കാർക്ക് സ്റ്റഡോടുകൂടി ഇങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്നതായിരിക്കും ഇഷ്ടം വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അതിന് വേണ്ടുന്നത് നമുക്ക് ജിമിക്കി ഫ്രെയിം, ലോങ് മോത്തി ചെയിന്. ഇത് 3mm ആണ് കേട്ടോ എടുത്തേക്കുന്നത്. 4mm ഇട്ടപ്പോൾ അത് ശരിയായില്ല, അതുകൊണ്ട് ഞാൻ 3mm ആക്കി. പിന്നെ ഫ്യൂസ് സ്റ്റാർ, പിന്നെ 4mm ക്രിസ്റ്റൽ. അതേത് ക്രിസ്റ്റലും ആകാം, ഈ കളർ തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ നമ്മൾ ചെറിയ കട്ടിങ്സ്, വളരെ ചെറിയ കട്ടിങ്സ്. അതേസമയം നമ്മുടെ സ്പ്രിങ്ങിൽ നിന്ന് തന്നെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തള്ളി ഇങ്ങനെ നിൽക്കുന്ന കാണാം. അത് ഇതിനൊരു ഭയങ്കര അഭംഗിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടല്ല, നമുക്കിത് ചെയ്യാൻ തുടങ്ങാം. നമ്മൾ ആദ്യം കുറച്ച് ഫ്യൂസ് സ്റ്റാർ ഇങ്ങനെ എടുക്കുക, ഒന്നിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുഭാഗം നോക്കി അങ്ങോട്ട് കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ സമാധാനത്തോടെ ഇരുന്ന് ഇതിനെല്ലാം ഇങ്ങനെ അങ്ങോട്ട് ആക്കി വെക്കുക. പിന്നെ നമ്മുടെ ഫ്യൂസ് സ്റ്റാറിൻ്റെ ഈ മൊട്ട് ഇച്ചിരി വലുതായതുകൊണ്ട് ഇതിങ്ങനെ ഇരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഊരി അങ്ങ് പോവാം. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ക്യാപ്പില്ലേ, വളരെ ചെറിയ, നമ്മൾ എടുക്കുന്ന ക്രിസ്റ്റലിൻ്റെ അളവനുസരിച്ചുള്ള ക്യാപ്പ് അതിൻ്റെ അടിയിൽ കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ എല്ലാം നമ്മൾ ഇതിലേക്ക് ആക്കി അങ്ങ് വെക്കുക, ഫുള്ളായിട്ട് ആക്കി വെക്കുക. ഇതിനിടയ്ക്ക് ഞാൻ ഇതിങ്ങനെ ചെയ്യുമ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി എങ്ങനെ കുത്തിയിരുന്ന് ചെയ്യുന്നത് ചേച്ചി? കണ്ണിനൊക്കെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമാണ്, പക്ഷെ അതൊക്കെ ഞാനൊരു മാജിക്കിലൂടെ അങ്ങ് ചെയ്തു പോവുകയാണ് കേട്ടോ. ഇതുപോലെ എല്ലാം ഫ്യൂസ് സ്റ്റാറിലാക്കി അങ്ങ് വെക്കുക. അങ്ങനെ വരുമ്പോഴും നമുക്ക് പെട്ടെന്ന് സംഭവം അങ്ങ് തീരും. അല്ലാതെ ഒന്നെടുത്ത് ഒന്ന് കെട്ടി അങ്ങനെ നിൽക്കേണ്ട. അതായത് ഇത് കണ്ടോ, ഇത് പോയി. ഇതിൻ്റെ മൊട്ട് വന്നിട്ട് വളരെ ചെറുതാണ്. അങ്ങനെ ചിലതൊക്കെ നമ്മളെ പറ്റിക്കുന്ന ടൈപ്പുകളൊക്കെ ഉണ്ട്. ഇത് മൾട്ടി കളറാണ് കേട്ടോ ഈ ക്രിസ്റ്റൽ, നല്ല രസമാണ് കാണാനായിട്ടേ. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കഥയില്ലല്ലോ. ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബാലൻസ് കുറച്ചിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുക. അതിനെ കൂടെ കട്ട് ചെയ്ത് മാറ്റിക്കോണേ. കട്ട് ചെയ്യുന്നതിന് മുമ്പെയാണ് നമ്മളിതിനെ കണക്ട് ചെയ്യുന്നത്. ഈ ഒരു ക്രിസ്റ്റല് ഇതിങ്ങനെ ചുറ്റാനുള്ളൊരു
ഒരു ഗ്യാപ്പ് കിട്ടും നമുക്ക്, അല്ലെന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞതേ. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് ഒന്നൊക്കെ അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ അതവിടെ ഇരുന്നോളും. ഇങ്ങനെയാണ് സംഭവം വരുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഈ 2 മുത്താണ് നമുക്കിപ്പോൾ വേണ്ടത്. ഞാൻ 2 മുത്തിൻ്റേതും ഒരു 3 മുത്തിൻ്റേതും ഇടവിട്ടാണ് ഞാനിങ്ങനെ പോയേക്കുന്നത്. 2 മുത്തിൻ്റെ 1 2 ഇടും, അത് 2 എണ്ണം ഇടും. അത് കഴിയുമ്പോൾ 3ൻ്റേത് 1 എണ്ണം ഇടും, പിന്നെയും 2ൻ്റെ 2 എണ്ണം ഇടും. ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു കമ്മൽ സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് നമ്മളിത് നോക്കുക. ഇത് നോക്കിയിട്ട് ഇതിൻ്റെ ഈ മുകളിൽ ഭാഗം വരുന്ന ഒരു ബീഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് കട്ട് ചെയ്തോണം. അതായത് ഈ 2 മുത്ത് നമുക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് വരുന്ന ഒരു മുത്തിൻ്റെ ഒരു റിങ് കാണുമല്ലോ, ആ ചേർന്നിരിക്കുന്ന റിങ്ങിൽ വേണം നമ്മൾ കട്ട് ചെയ്ത് വിടാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൽ നമുക്കൊരു ഡാമേജ് വരുമെന്ന് പറഞ്ഞു. അതങ്ങ് പോട്ടെ, നിങ്ങൾ വെക്കുക, അല്ലാതെ രക്ഷയില്ല. അപ്പോൾ ഇതിങ്ങനെ കിട്ടി. ഇങ്ങനെ നമ്മൾ കുറേ അങ്ങ് ചെയ്ത് ആദ്യം വെക്കുക. കണക്ക് പ്രകാരം എത്ര ഹോളുണ്ടെന്ന് നോക്കുക. ആ ഹോളിന് കണക്കാക്കി നമ്മൾ എണ്ണം വെച്ച് ഇതെല്ലാം ചെയ്ത് അങ്ങ് ആദ്യം വെക്കുക. ഇതുപോലെ ചെയ്ത് വെക്കണം. നോക്ക്, ഇതുപോലെ അങ്ങ് ചെയ്തിടുക. നിങ്ങൾക്ക് ഇനി തെറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 2 എണ്ണം വെച്ചിട്ട് ഇതൊരു സെറ്റ്, ഇത് 2ഉം 3ൻ്റെ 1, ഇതൊരു സെറ്റ്. ഇങ്ങനെ ആക്കി നിങ്ങളങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത എന്താണെന്നറിയാം, ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ, എല്ലാം ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത ചെയ്യാനായിട്ട്. ഇനി അടുത്തത് നമ്മൾ ഈ ചെറിയ സ്പ്രിങ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, വളരെ ചെറിയ സ്പ്രിങ്ങാണ്. നമ്മൾ ഓരോട്ട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്താൽ മാത്രമേ അതിനെ ഒന്ന് നൂത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ 2 പ്രസ്സിങ് പ്ലെയർ വെച്ചിട്ടാണ് അതിനെ ഒന്ന് വായൊക്കെ ഒന്ന് തുറന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിപ്പിക്കുന്നത്. അത്ര ഇച്ചിരി നല്ല കട്ടിയാണ് അതിന്. അതിട്ടാലേ ഈ ഒരു ജിമിക്കിക്ക് ഭംഗി വരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ കട്ടിങ്സ് വെച്ച് നമ്മൾ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കട്ടിങ്സ് തള്ളി നിൽക്കും വലുതായിട്ട്. അതുകൊണ്ട് എത്ര ചെറുതായിട്ട് കട്ട് ചെയ്താലും അത് ഭയങ്കരമായിട്ട് കാണാൻ പറ്റും, അത് വൃത്തികേടായിപ്പോവും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് വാവട്ടം വലുതാക്കി എടുക്കുക. അല്ല, ഇത് അങ്ങോട്ട് ഒന്ന് നല്ല സ്ട്രോങ് ആയി പിടിക്കുക, ഒരെണ്ണം അങ്ങോട്ടാക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. കൂടുതൽ നിങ്ങൾ തുറക്കാൻ പോകണ്ട. തുറന്നു കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് അടയ്ക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടൊക്കെ ഞാൻ പറയുന്നത്. ഇങ്ങനെ വേണേലും നിങ്ങൾക്കിടാം. ഇതല്ല, ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇതിൻ്റെ റിങ് അകത്ത് വെച്ചായിരിക്കും നമ്മൾ പ്രസ് ചെയ്യുന്നത്. മറ്റേ ഇങ്ങനെ കയറ്റുകയാണെങ്കിൽ ഇത് വെളി വെച്ച് പ്രസ്സിങ് ആവും. ആൾക്കാർ അത്ര കിഴിഞ്ഞ് കിടന്ന് നോക്കിയാലേ കാണത്തുള്ളത് വേറെ കാര്യം. എങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന വെച്ച് നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രസ് ചെയ്യുക. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ 2ഉം കൂടി ചേർത്ത് വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി. പ്രസ്സിങ് കറക്റ്റ് ആയിരിക്കണം. കരച്ചാൽ ഇത് കട്ടിയുള്ള റിങ് ആയതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അമങ്ങിയിരുന്നാൽ മതി, അങ്ങനെ ഊരിയൊന്നും പോകത്തില്ല. അതിന് ഞാൻ ഉറപ്പ് തരുന്നുണ്ട്. ഇങ്ങനെ കിടക്കും. ഇങ്ങനെ നമ്മൾ ഇനി അടുത്തത് ഞാൻ 2ൻ്റെത് ഇപ്പുറത്തൂടെ കൊടുക്കും, പിന്നെ 3ൻ്റെത് ഇപ്പുറത്ത് കൊടുക്കും. ഇങ്ങനെ അങ്ങോട്ട് ഈക്വലായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. വേറെ ഒന്നുമില്ല, കണക്ട് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചിട്ട് വരുന്നതല്ലേ നല്ല. എപ്പോഴും ഓരോന്ന് പറയേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ ഞാൻ കുറേ കണക്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതാണ് ഇത്രയും ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഈ ബോൾ ഇപ്പം ഞാൻ പറയുന്ന ഈ ലോങ് ചെയിൻ, മൊത്തി ചെയിൻ വേണമെന്ന് ഒന്നുമില്ല. നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ ഈ ക്രിസ്റ്റൽസ് വേണമെന്നുണ്ടെങ്കിലും കണക്ട് ചെയ്ത് നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇനി ചെയ്യാനുള്ളത് ഇത്രയും മാത്രം. ചിലരെങ്ങനെയെന്നറിയാം 1 2 3 4 ഇങ്ങനെ ചെയ്തു പോകും. അപ്പോൾ ഒരു സൈഡിൽ കൂടെ ചെറുതായി ഇങ്ങനത്തെ ജിമ്മൊക്കെ കണ്ടിട്ടില്ല, നമുക്ക് അങ്ങനെ വേണേലും ചെയ്യാം. അപ്പം ഇന്ന് എനിക്ക് ഒരുപാട് നേരം അങ്ങനെ ഇരുന്ന് നിങ്ങളെ കാണിച്ചു തരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ ബാക്കി ഇതുപോലെ തന്നെയാണ്, ഞാൻ ഇതിനെ ഫുൾ ചെയ്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സംഭവം റെഡിയായി. അതാ ഞാൻ പറഞ്ഞു, ഇയർ ടാഗ് മാത്രം ഇടുന്നവരുണ്ടാവും, അതിൻ്റെ രസമാണ് കേട്ടോ. അപ്പോൾ ഇയർ ടാഗ് ഇടാത്തവർക്കാണ് സ്റ്റഡ് വന്നത്. അപ്പോൾ ഞാൻ സ്റ്റഡ് ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിപ്പോൾ ഇതിന് മുകളിലോട്ടൊരു കണക്ഷൻ കൊടുക്കാതെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷെ അതെങ്ങനെ ഇരിക്കും എന്നുള്ളതോടെ നോക്കാം. മറ്റേത് ഞാൻ റിങ് കൊടുത്തിട്ടുണ്ട്, അത് പക്ഷെ ശരിയാവില്ല കേട്ടോ. അതുകൊണ്ട് ഒറ്റ സ്റ്റഡ് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടില്ല, അതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ നമ്മൾ കട്ട് ചെയ്യുന്ന സ്പ്രിങ്ങുകളുണ്ടല്ലോ, അതാണ് ഇങ്ങനത്തെ എല്ലാ ചെയിനുകളുണ്ടല്ലോ, ആ ചെയിനിൽ നിന്നൊരു ശകലം എടുത്ത് കട്ട് ചെയ്തിട്ടാൽ മതി. എന്നിട്ട് അതിന് 2 എണ്ണം മതി കേട്ടോ. ഇതിൻ്റെ ഒരറ്റം തുറക്കുക, എന്നിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്യുക.
ഇത് നോസ് പ്ലെയർ ആണ്. ശരിക്കും നമ്മുടെ പ്രസ്സിംഗ് പ്ലെയർ വെച്ച് നമുക്ക് ചെയ്താൽ മതി കേട്ടോ. നോസ് പ്ലെയറിൻ്റെ ഉപയോഗം അറിയാമല്ലോ, നമ്മുടെ ഗുങ്കുരുവൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ളതാണ് സംഭവം. പണ്ടൊക്കെ നമ്മൾ ജിമിക്കി ഇടില്ലേ, ഇങ്ങനെയൊക്കെ അല്ലായിരുന്നോ ജിമിക്കി ഇട്ടുകൊണ്ടിരുന്നത്? ഇപ്പം ആരും ജിമിക്കി ഇടുന്നില്ലേ? പണ്ടൊക്കെ എല്ലാവരുടെയും കല്യാണത്തിനെ ജിമിക്കിയായിരുന്നു മെയിൻ താരം. ഓക്കെ, അങ്ങനെ 2 എണ്ണമായിട്ടുണ്ട്. അങ്ങനെ ജിമിക്കി കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ജിമിക്കി മോട്ടിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറയുന്നില്ലേ, അത് തിരികെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ദാ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അപ്പം ഈ ലെയർ ചെയിൻ വെച്ച്, നമ്മുടെ മോത്തി ചെയിൻ വെച്ച് നമുക്ക് ഒരുപാട് ഡിസൈനുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ഡിസൈൻ ആയിക്കോട്ടെ. പുറകെ വേറെ ഡിസൈനുകളും കാണിച്ചു തരാം, ഇഷ്ടപ്പെട്ട എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൽ തീർക്കാൻ കാര്യം എന്താണെന്നറിയാമോ? ഒരു 2-3 പേർക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. അപ്പോൾ അത് സംശയം പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവില്ല. എനിക്ക് തോന്നുന്നു അവർ പഠിക്കാത്തവരാണ്. അപ്പം ഞാൻ പറഞ്ഞു അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആ സംശയം തീർത്ത് കാണിച്ചു തരാം ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അത് നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു സംശയം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് പലർക്കും ചിലപ്പോൾ സംശയം കാണും, ചിലർ പറയാതിരിക്കുന്നതായിരിക്കാം, പിന്നെ എങ്ങനെയാലും ഒപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരിക്കും അവരൊക്കെ. അപ്പം ഒപ്പിക്കണ്ട, ഞാൻ ഇത് കാണിച്ചു തരിക, ഇതറിയാൻ വയ്യാത്തവർ ഇത് ചെയ്യുക. കുറച്ചൊക്കെ നമ്മൾ ഒന്ന് ശ്രമിക്കണം, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കണം. അപ്പോൾ ഇതുപോലത്തെ ലോക്കറ്റ് കിട്ടിയാൽ അവർ പറയുന്നത് കരിമണിമാലയും ഈ ഒരു ലോക്കറ്റുമാണ് അവർ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ കരിമണിമാലയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ ഇത് നോക്കിക്കോളൂ. ഇതാണ് ഐപ്പിൻ. ഒരു സൈഡ് കണ്ടോ റൗണ്ടുണ്ട്. അപ്പോൾ ഈ ഐപ്പിൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഇതിൻ്റെ ഹോൾ വഴി കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ ഈ സൈഡും ഇത്രയും വേണ്ടല്ലോ, നമുക്ക് ഇത്രയും ലെന്ത് വേണ്ട. അപ്പം നമ്മൾ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് അതേപോലെ വളച്ചങ്ങ് വെച്ചാൽ മതി. അതല്ല നമുക്ക് കുറച്ചും കൂടി, അപ്പോഴെന്തുവാ ഈ കരിമണി വന്ന് ചേർന്നിരിക്കും ആ 2 കണക്ട് ചെയ്യുമ്പോഴത്തേക്ക്. അതല്ല കുറച്ച് കരിമണി ഇച്ചിരി ദൂരെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം, ഇതുപോലത്തെ ക്രിസ്റ്റൽസ്, ഏത് കളറാണ് ക്രിസ്റ്റൽ ഏത് കളറാണ് ലോക്കറ്റ് എന്ന് വെച്ചാൽ ആ കളറിൻ്റെ ക്രിസ്റ്റൽ എടുക്കുക. അതല്ലെങ്കിൽ ഗോൾഡ് കൊടുത്താലും മതി, ഒരു പ്രശ്നവുമില്ല. എന്നിട്ട് ഇതുപോലൊരു ക്രിസ്റ്റൽ ഇട്ട് കൊടുക്കുക. ഈ ഹോൾ വഴി അങ്ങോട്ട് കയറുക. അടുത്ത ഒരു ക്രിസ്റ്റലൂടെ കൊടുക്കുക. അതിനുള്ള ലെന്തേ ഉള്ളൂ ഇതിന്, അതുകൊണ്ടാണ് ഞാൻ ഒന്നിൽ നിർത്തിയത്. എന്നിട്ട് ഇതിന് വളച്ചു കൊടുക്കുക. എന്നെ കട്ട് ചെയ്യാനൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത് വളച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് വളയ്ക്കണം കേട്ടോ. നിങ്ങൾ വേറെ അർത്ഥമൊന്നും എടുക്കുകയൊന്നും വേണ്ട. ഇങ്ങനെ ഇരിക്കും സംഭവം. എന്നിട്ട് കരിമണി ഇതിലേക്ക് സ്പ്രിങ് കൊണ്ട്, അതായത് കട്ടിങ് സ്പ്രിങ് ഇല്ലേ, ആ സ്പ്രിങ് വെച്ച് കരിമണിയായിട്ട് ഇത് കണക്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ സംഭവം. സഹോദരി നോക്കിക്കോ, ഇതാണ് സംഭവം. ചിലപ്പോൾ പറഞ്ഞു തന്നപ്പോൾ മനസ്സിലായി കാണത്തില്ല, അതുകൊണ്ട് എനിക്ക് തന്നെ തോന്നിയത് കൊണ്ട് ഞാൻ കാണിച്ചു തരികയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോഴിതാണ് ഇവിടെയാണ് നമ്മൾ സ്പ്രിങ് കട്ട് ചെയ്തിട്ട് ആ കരിമണിയുടെ എൻഡുമായിട്ട് ഇവിടെയാണ് കണക്ട് ചെയ്തത്. ഈ 2 സ്ഥലം കണ്ടോ ഇത്. ഇനി അടുത്തൊരാളുടെ ഒരഭിപ്രായം വേറൊരാളുടെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരാൾ ഈ സിൽക്ക് ത്രെഡ് ചെയ്ത് പുള്ളിക്കാരിയുടെ മോൾക്ക് അയച്ചു കൊടുത്തു. ദുബൈയിൽ എവിടെയായിരുന്നു എന്ന് തോന്നുന്നു. അയച്ചു കൊടുത്തപ്പോൾ ആ കുട്ടി 2 ദിവസം ഇട്ടപ്പോഴത്തേക്ക് അതിൻ്റെ ഈ ഹുക്ക് ആൻഡ് ചെയിനില്ലേ അതങ്ങ് വിട്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഫോൺ വഴിയൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ച് വേണ്ട, ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ സമയം കണ്ടെത്തി ഞാൻ ചെയ്ത് കാണിച്ചു തരാം, അല്ലാതെ പറ്റില്ല. അപ്പോൾ ഇതും ശ്രദ്ധിച്ചോ കേട്ടോ. ഈ പറഞ്ഞ എൻ്റെ കംപ്ലൈൻ്റ് അല്ല പറഞ്ഞ പുള്ളിക്കാരി എന്നോട് തന്നെയല്ലേ ചോദിച്ച, പാവമല്ലേ. ആദ്യം നോക്കിക്കോ, ഞാൻ ഇങ്ങനെ ഇതുവഴിയാണ് നൂല് കയറ്റുന്നത്. 2ൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. പശ തേക്കണ്ട, ഈ നൂല് പശ തേച്ചാൽ നിങ്ങളൊക്കെ കിടന്ന് ആഞ്ഞ് പിടിക്കേണ്ടി വരും. അതുകൊണ്ട് കുരുങ്ങാതെ നോക്കിക്കോണം. ഇതാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ചുറ്റും. എൻ്റെ ഒരു ബിസിനസ്സാണ് കളഞ്ഞു കുളിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കിത് കാണിച്ചു തരേണ്ട കാര്യമില്ലല്ലോ, ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് സൂചി കയറ്റിയാണ് മുകളിലോട്ട് പോവുകയാണേ. കണ്ടോ,
ഈ വാലും തുമ്പുമൊക്കെ പിന്നീട് നമുക്ക് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അവസാനം നമ്മൾ ഇതുകൂടെ ചേർത്ത് വെച്ച് കട്ട്. ഒട്ടും വയ്യ കേട്ടോ, സത്യമായിട്ടും വയ്യാത്തോണ്ടാണ്. ഒരു ക്യാപ്പ് കാണും, ഞാൻ ക്യാപ്പ് പ്ലേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ക്യാപ്പിന് അത്ര ഗ്യാരണ്ടി ഇല്ല, അത് ഞാൻ ഉള്ളതായിട്ട് പറയുകയാണ്. ഞാൻ പ്ലേറ്റിങ്ങിന് കൊടുത്തിട്ടുണ്ട്, ക്യാപ്പ് ഇട്ടു. ഈ ക്യാപ്പ് പ്ലേറ്റഡാണേ, ഇതാ ഇങ്ങനെ ഇട്ടിട്ടുണ്ടേ, നോക്കിക്കോ. ഒറ്റ പ്രാവശ്യം മേളിലോട്ട് കയറിയുള്ളൂ. എന്നിട്ട് ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഈ പറയുന്ന ഹൂക്ക് ആൻഡ് ചെയിൻ എന്ന് പറയുന്നില്ലേ, ഏതായാലും ഇതായാലും ചെയ്യുന്നതെല്ലാം ഒരുപോലാണ്. അതായത് ഇതിൻ്റെ കൊളുത്താണിത്. നോക്കിക്കോ. എന്നിട്ട് ഇതുവരെ ഇങ്ങനെ ജസ്റ്റ് മാറ്റിയിട്ട് വീണ്ടും നമ്മൾ ഈ ഹോളിനകത്തൂടെ താഴോട്ട് വരികയാണ്. കണ്ടോ, ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു എന്ന് വെച്ചത് ഒന്നും ആകില്ല. നമ്മൾ വീണ്ടും ടൈറ്റ് ചെയ്ത് വലിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒന്നുകൂടെ ചുറ്റും. ഇനി അറിയാൻ വയ്യാത്തവർ ചെയ്ത് നോക്കണം കേട്ടോ, എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ. എന്നിട്ട് നമ്മളതിനെ ഇവിടെ തന്നെ, നമ്മൾ മേളിലോട്ട് പോകണമെന്നില്ല, മേളിലോട്ട് നമ്മൾ 2 തവണ ഇതുപോലെ കയറിപ്പോകും. പക്ഷെ ഞാൻ ഇപ്പോൾ സൈഡ് വഴി ഒന്നുകൂടെ കയറി അതിനെ ടൈറ്റ് ചെയ്യുകയാണ്. വളരെ സൂക്ഷിച്ചോണം, ഇത് കുരുങ്ങാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇതുണ്ടോ, പെട്ടെന്ന് ഇത് കുരുങ്ങിക്കളയും. അപ്പം ഇപ്പം തന്നെ ഇത് ടൈറ്റ് ആയിട്ടുണ്ട്, അത് നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരിക്കൽ കൂടി നമ്മൾ ഇതുപോലെ മുകളിലോട്ട് കയറുകയാണ്. തയ്യലിൻ്റെ സൂചി എടുത്താൽ മതി കേട്ടോ, നമ്മുടെ ജ്വല്ലറിയുടെ സൂചി ഇതിനെടുക്കരുതേ. എന്നുവെച്ചാൽ കൈ കൂടെ കൊണ്ട് കയറുകയും ചെയ്യും, ഒടിഞ്ഞു പോകും ഇത് പെട്ടെന്ന്. എന്നിട്ട് കയറാൻ പറ്റുന്ന ഭാഗത്തൂടെ നല്ല മെല്ലെ മെല്ലെ തിരിച്ചും മറിച്ചുമൊക്കെ അത് കയറാൻ പറ്റുന്നിടത്തൂടെ മുകളിലോട്ട് കയറാൻ നോക്കുക. നല്ല പണിയുണ്ട് കേട്ടോ, ചുമ്മാ അതങ്ങ് ചെയ്ത് തരുന്നതല്ല നിങ്ങൾക്കൊക്കെ. ഇത് കയറിയിട്ടുണ്ട്, ഇത് കണ്ടോ സൂചി. രണ്ടാമത്തെ പ്രാവശ്യം കയറുകയാണ് ഞാൻ 2 തവണ ഇതുപോലെ കയറ്റി മുകളിലേക്ക് വിടുകയുള്ളൂ. കാരണം ആ സമയം തന്നെ ഇത് നന്നായിട്ട് ടൈറ്റ് ആകും ഇത്. പക്ഷെ നിങ്ങൾ ഒരു 3 തവണയെങ്കിലും കയറി നല്ലവണ്ണം ടൈറ്റ് ചെയ്യുക. കണ്ടോ, എന്നിട്ട് വീണ്ടും ഈ റിങ്ങിനകത്തൂടെ നമ്മൾ വീണ്ടും തിരിച്ച് താഴോട്ട് വരണം. അത്രയും മതിയായി. ഇപ്പം തന്നെ ഇത് സ്ട്രോങ് ആണ്, ലൂസായിട്ട് ഇരിക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യൂ കേട്ടോ. എന്ത് ആഗ്രഹത്തോട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴേ അതൊരു വിഷമമല്ലേ. അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പിടിച്ചാലൊന്നും വരില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുപോലത്തെ പ്രസ്സിംഗ് പ്ലെയർ വെച്ചൊന്ന് പിടിക്കും. തയ്യൽ സൂചി എടുത്താൽ മതി. നമ്മുടെ സൂചിയൊന്നും ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല, പിടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ അതങ്ങ് ഒടിഞ്ഞിങ്ങി പോരും. എന്നിട്ട് വീണ്ടും ഞാൻ ഇവിടെ വെച്ച് ഒരു ചുറ്റൂടെ ചുറ്റി മതിയാക്കും. നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ഫിഷ് ഹൂക്കും താഴെയും ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇങ്ങനെ ഞാൻ എല്ലാ ത്രെഡും നമ്മൾ വർക്ക് ആദ്യം ചെയ്തിടുന്ന ഇങ്ങനെയാണ്. അതിന് ശേഷമാണ് ഞാൻ ഇതിനെ, ഇത്രയും മതിയല്ലോ, ഇതിന് ശേഷം ഈ നൂലുകൾ ഞാൻ എക്സ്ട്രാ നൂലെടുക്കും. ഒരു 3-4 ലെയർ ചുറ്റി എടുത്തിട്ട് ഇതിനെ മറയ്ക്കും. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇതല്ലേ എൻ്റെ അടുത്ത് ചോദിച്ചത്, ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് താഴെയും ചെയ്യുന്നത് കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇപ്പോൾ കണ്ടോ, ജിമിക്കുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഇത് കുറേയൊക്കെ തീരാറായിരിക്കുകയാണ് കേട്ടോ. അപ്പം 100 രൂപയ്ക്കകത്തേ നമുക്കിതിൻ്റെ ചിലവുകളൊക്കെ വരുന്നുള്ളൂ. അങ്ങനെ പക്ഷേ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മളൊരു കടയിൽ പോയി വാങ്ങിച്ചാൽ ഈ രൂപയ്ക്ക് കിട്ടുമോ? നമുക്ക് ഒരിക്കലും കിട്ടില്ല. നമ്മൾ മനസ്സിൽ കണ്ട ഡിസൈനും കിട്ടത്തില്ല. അത് ഓൾറെഡി കുറേ പേര് ഉണ്ടാക്കി വെച്ചേക്കുന്നത്, അതിന് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇത് കാറ്റലോഗിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആവശ്യമുള്ളവർ പറയും, കയറി നോക്കുക, ഓർഡർ ചെയ്യുക കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ജിമിക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ ജിമിക്ക് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു, ഒരു ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ജിമിക്ക് എന്ന് പറഞ്ഞാൽ മൈക്രോ പ്ലേറ്റഡ് ആയതുകൊണ്ട് സ്വർണത്തിൻ്റെയൊക്കെ ഒരു ലുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് അത് തിരിച്ചൊന്നും അറിയാൻ പറ്റത്തില്ല. എന്തായാലും ഒരു 250 ഒക്കെ കൊടുക്കേണ്ടി വരും. ഈ നിങ്ങൾ ഒരിക്കലും ഒരു ജിമിക്ക് അല്ല ഒരു കാതിലെ കണ്ട് ആരും ഒരു കാലിലെ ഒരു കൈയിലെ ഒക്കെ കണ്ട് നിങ്ങൾ വില പറയരുത് സ്റ്റാർട്ടിങ്ങിൽ. ഇത് 2 എണ്ണം വരുന്നുണ്ടെന്ന് ആലോചിക്കണം. ഇതുപോലത്തെ 2 എണ്ണം നമ്മൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കടക്കാരെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു 300-350 റേഞ്ചെങ്കിലും അവർ പറയാതിരിക്കത്തില്ല. ഏറ്റവും കുറവാണ് ഞാനീ പറയുന്നത്. നമുക്ക് ചെയ്തെടുത്താൽ ഒരു 100 രൂപയ്ക്കകത്തല്ല ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഇത് ചെയ്തു തരാൻ എൻ്റെ അടുത്ത് ആരും ഓർഡർ ചെയ്യരുത്. നിങ്ങൾക്ക് ചെയ്യാനാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഒരെണ്ണം ഇയർ ടാഗ് കൂടി ഇട്ട് നിങ്ങളെ കാണിച്ചു തരാം.
ഇയർ ടാഗ് ഇടുമ്പോൾ ഉണ്ടല്ലോ ഈ ഈ ഹാങ് ചെയ്യുന്ന സംഭവം ഒറ്റ റിങ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ സ്പ്രിങ് കട്ട് ചെയ്തിട്ട് ഇയർ ടാഗിൻ്റെ ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സ്പ്രിങ് കണക്റ്റിനകത്തോട്ട് കൊടുത്തേച്ചാൽ മതി. എന്നിട്ട് നമ്മൾ തിരിച്ച് അത് പ്രസ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അവസാനം ജിമിക്ക് എവിടെയെങ്കിലും പോയി കിടക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഇങ്ങനെ തന്നെ ഇട്ട് ശീലമുള്ളവർക്ക് അയ്യോ ഞാൻ കമ്മൽ ഊരിയില്ല, ഇട്ടുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഇടാറില്ല, ഇയർ ടാഗിൻ്റെ ഒന്നും ഇടാറില്ല. അതുകൊണ്ട് എനിക്കറിയത്തില്ല, എനിക്ക് ചേരുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇങ്ങനെ കിടക്കും ഇയർ ടാഗ് ഇട്ട് ശീലമുള്ളവർക്ക് ഇത് തന്നെ ആയിരിക്കും ചേരുന്നത്. അപ്പോൾ ഇത് ഇട്ടല്ല. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റഡ്, എനിക്കൊക്കെ സ്റ്റഡോട് കൂടി വേണം കേട്ടോ. അതുകൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് ഇട്ടേക്കാം. ഇങ്ങനെ ഇരിക്കും. കൊള്ളാമോ എന്നൊന്നും ഞാൻ ചോദിക്കത്തില്ല. ഇങ്ങനെ ഇരിക്കും. സുന്ദരി പെണ്ണുങ്ങളിടുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. ഞാൻ സിമ്പിൾ കമ്മലിൻ്റെയൊക്കെ ആൾക്കാരാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെയുണ്ട പൊടിക്കമ്മൽ, റോസ് ഗോൾഡ്, ഇതൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പോഴേ ഇതൊക്കെ സാരി ഉടുത്ത് പോകുന്നവർക്കാണ് സൂപ്പർ. പിന്നെ വലിയമ്മമാരൊക്കെ കാണുമല്ലോ, കൊച്ചുമക്കൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് കുത്തി ഇരുന്ന് ചെയ്യുന്നവരുണ്ട്, എൻ്റെ അറിവിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ അമ്മമാരുടെ അടുത്ത് ഞാൻ പറയുകയാണ്, കൊച്ചുമക്കൾക്കൊക്കെ ഇത് ചെയ്ത് കൊടുക്കൂ കേട്ടോ. ജാനുവരി മുതൽ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ക്ലാസ്സേ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ. കാര്യം വെച്ചാൽ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ആ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകണമല്ലോ. അപ്പോൾ അത് ഞാൻ പുറകെ അറിയിക്കാം. താല്പര്യമുള്ളവർ നേരത്തെ എനിക്ക് ബുക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് അയ്യോ ചേച്ചി ആ ദിവസം വരാൻ പറ്റിയില്ല, ഇതിൻ്റെ ഇടയ്ക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല കേട്ടോ. ആ ഒരു ദിവസം ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച വരുമ്പോൾ ആ ദിവസം എത്തുക. എന്തായാലും ഇത്ര ക്ലാസ് കാണും, അതെല്ലാം ഞാൻ പുറകെ പറയാം. അപ്പോൾ ഇത് ഞാൻ ചെയ്യില്ലായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ പലരും എൻ്റെ അടുത്ത് പറയുകയാണ്, ക്ലാസ് എടുക്കുക ചേച്ചി, ക്ലാസ് എടുക്കുക, ഞങ്ങൾക്ക് ഒരു ക്ലാസ് ആയാലും മതി എന്നാണ് അവർ പറയുന്നത്. ഒറ്റ ക്ലാസ്സേ പറ്റത്തുള്ളൂ. അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഫുള്ള് ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് തന്നെ ഞാൻ പറഞ്ഞുതരാൻ തയ്യാറാണ്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായ പലർക്കും അറിയാമെങ്കിലും പല ടെക്നിക്കുകൾക്കും അവർക്ക് അറിയത്തില്ല. അവർ ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചു തരുന്ന അതങ്ങ് ചെയ്തങ്ങ് പോകും. പക്ഷേ അതിനെന്തെങ്കിലും ഒരു ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മേക്ക് ഓവർ ചെയ്യണമെന്നുള്ളത് അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ശരി, നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഞാൻ ക്ലാസ് ആരംഭിക്കും. ജാനുവരിയിലായിരിക്കും. അത് എത്രാം തീയതിയാണെന്നുള്ളത് ഞാൻ ഇതുപോലെ വന്നിട്ട് വീഡിയോയിൽ വന്നിട്ട് പറയുന്നതാണ്. അതിലെത്ര ഐറ്റംസ് വരുമെന്നുള്ളതെല്ലാം ഞാൻ പറയുന്നതാണ് കേട്ടോ. ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ചേച്ചി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഓൺലൈൻ ക്ലാസ് പോലെ തന്നെയല്ലേ ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസും. പക്ഷേ അതിൻ്റെയൊക്കെ ഓൺലൈനിലാണെന്ന് പറഞ്ഞാലും ഈ വീഡിയോയിലാണെന്ന് പറഞ്ഞാലും എനിക്ക് എല്ലാം ഒന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല. അതിനൊരു ടൈമുണ്ട്. ഇപ്പം ഞാനൊരു 3/4 മണിക്കൂറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. അതേസമയം നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഞാനത് പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. അതാണ് അറിയാവുന്നവർ, അതുകൊണ്ടാണ് നിർബന്ധിക്കുന്നത് നേരിട്ടുള്ള ക്ലാസ് എടുക്കുക ചേച്ചി, അത് ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസത്തെ ക്ലാസ് ആയാലും മതി എന്ന് പറയുന്നത്. അപ്പം ഞാൻ വളരെ ആലോചിച്ചിട്ടെടുത്ത തീരുമാനം ആഴ്ച 2 എടുക്കാനായിരുന്നു ഞാൻ ആദ്യം തീരുമാനിച്ചത്. പക്ഷെ അത് പറ്റത്തില്ല. കാരണം എനിക്ക് വേറെയും കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ട് പോകണ്ടേ. അതുകൊണ്ട് ആഴ്ചയിൽ 1 ആകുമ്പോൾ എനിക്കും നല്ലതാണ്, നിങ്ങൾക്കും നല്ലതാണ്. കാരണം എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അത് പഠിക്കാനും മനസ്സിലാക്കാനും ഒരു ടൈം കിട്ടും. അപ്പോൾ ആ ടൈമിങ്ങിൽ നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ക്ലാസ്സിന് വരുമ്പോഴത്തേക്ക് അത് ചോദിക്കാനുള്ളൊരു അവസരം കൂടി കിട്ടും. മറ്റേത് ഞാൻ കാശ് വാങ്ങുന്നു, പഠിപ്പിച്ചു വിടുന്നു, ഞാനും നിങ്ങളും തമ്മിലുള്ള എല്ലാ ബന്ധവും അവിടെ അവസാനിക്കുന്നു. അങ്ങനല്ല. നിങ്ങൾക്കും എനിക്കും ഇടയിൽ ഒരു നല്ലൊരു സുഹൃത്ത് ബന്ധമായാലും ഒരു ബന്ധം വേണം. അതെങ്ങനെയെന്ന് വെച്ചാൽ സംശയങ്ങൾ ഉണ്ടാകണം നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ. എങ്കിലല്ലേ ആ വ്യക്തിയോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മനസ്സിലാക്കണമെങ്കിൽ ഒരു നല്ല ഉത്തമ ടീച്ചറിൻ്റെ അടുത്തേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. കാശ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പറഞ്ഞു തരണമെന്നൊന്നുമില്ല. ഞാൻ അനുഭവസ്ഥയായതുകൊണ്ട് ഞാനും പല ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ട്. ഞാൻ മിണ്ടാതെ പോന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് ഞാൻ ഓരോ വർക്കുകൾ എടുത്തിട്ടുണ്ട്. അത്ര തന്നെ. ആർക്കും ചോദിക്കാൻ പോയില്ല, പറഞ്ഞു തരില്ല അവർ കാണിച്ചു തരുന്ന ആ പോയിൻ്റ് ആ പോയിൻ്റ് മാത്രമേ അവർ പറഞ്ഞു തരത്തുള്ളൂ. ഇതിങ്ങനെ ചെയ്തുകൂടെ എന്ന് നമ്മളൊരു സംശയം ചോദിച്ചാൽ അവർ പറയും, ആണോ, നിങ്ങൾ നോക്കൂ, ട്രൈ ചെയ്യൂ. ഇതാണ് അവരുടെയൊക്കെ ആൻസർ. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞത്, ആണോ എന്നാൽ നിങ്ങൾ അതിന് ചെയ്ത് നോക്കുമെന്ന് പറയും. ഞാനൊക്കെയാണ് അങ്ങനെയല്ല, അത് നടക്കും, ശരിയാവും, ഓക്കെ ആവും, ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ട്രൈ ചെയ്യാം, അങ്ങനെയൊക്കെയാണ് ഞാൻ പറയാറുള്ളത്. ഓരോരുത്തരിൽ നിന്ന് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ക്ലാസ് വരുന്നവർ കറക്റ്റ് ഞാൻ അവർക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് ഞാൻ വിടുന്നത്. പിന്നെ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ജിമിക്കി കമ്മൽ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കാൻ ട്രൈ ചെയ്യുക. ഇതുപോലെ ആയിരിക്കരുത്, ഇതിനേക്കാളും നല്ല കെങ്കേമമായിട്ട് ചെയ്യുക കേട്ടോ.
നമുക്കിനി താമസിക്കാതെ നെറ്റിച്ചുട്ടിയൊക്കെ ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങൾ കിടപ്പുണ്ടല്ലേ. ഇത് വേണേലും നെറ്റിച്ചുട്ടിയൊക്കെ ആക്കാം. പക്ഷേ ഹാഫാണെങ്കിൽ നന്നായിരിക്കും നെറ്റിച്ചുട്ടിക്ക് അല്ലേ. കൊള്ളാമേ. വയ്യാതാവുന്നു. ടൈം കഴിഞ്ഞു. ഗുളികയുടെ ടൈം എടുക്കാറായിരിക്കുന്നു. അപ്പോൾ ശരി. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.